ആലീസ് പറഞ്ഞു, നിങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങൾ എനിക്ക് കോടികൾ വാഗ്ദാനം ചെയ്താലും ക്ഷമിക്കില്ല. നടക്കാൻ പോയ ആലീസ് തിരിച്ച് റൂമിലെത്തിയപ്പോൾ സാമും കുറേ ആളുകളും അവിടെയുണ്ട്. അവൾക്കൊന്നും മനസ്സിലായില്ല. സാം പറഞ്ഞു, നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകാൻ കഴിയില്ലായിരിക്കും, എന്നാൽ റെസ്റ്റോറൻറ്റ് നിന്റെ മുന്നിലെത്തും. ആലീസ് ഓക്കെ പറഞ്ഞു. കൂടാതെ അവൾക്ക് 2 കണ്ടീഷൻസും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ഡ്രസ്സ് വേണം. സാം അവളോട് തിരിഞ്ഞു നോക്കാനായി പറഞ്ഞു. അവിടെ ഒരു പുതുപുത്തൻ ഡ്രസ്സ്. അവൾ അതിശയിച്ചു പോയി. ഇനി രണ്ടാമത്തേത്, എനിക്ക് ഡിന്നർ കഴിക്കാൻ ഒരു ഹാൻസം ഗൈ കൂടെ വേണം. സാം അവിടെയുള്ള ഒരാളെ വിളിച്ചതും ആലീസ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മതി. സാം ആലോചിച്ചു, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പെണ്ണും സ്വാധീനിച്ചിട്ടില്ല. എന്നോടിങ്ങനെ പെരുമാറാൻ ആരും ധൈര്യം കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടോ എനിക്ക് ഇവളെ ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവരെ പോലെയല്ല ഇവൾ. അന്ന് കഴിഞ്ഞ് സാം അവളെ പിന്നീടും സന്ദർശിച്ചു. ആലീസ് അവനോട് എന്തിനിവിടെ വന്നു എന്ന് ചോദിച്ചു. എനിക്ക് നിൻ്റെ കൂടെ സമയം ചെലവഴിക്കണം. ഞാൻ ഇനി 3 ദിവസം കൂടി ഉണ്ടാകും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഓർക്കാൻ ഈ 3 ദിവസം